നിങ്ങളെ ഒരു ദിവസം വൈകുന്നേരം വീട്ടിലിങ്ങനെ ഒരു കപ്പിൽ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കാം. വീട്ടിൽ വേറെ ചായയൊന്നുമില്ല, അതൊക്കെ കഴിഞ്ഞു. പിന്നെ പാലില്ല, പഞ്ചസാര ഇല്ല, ചായപ്പൊടി ഇല്ല എന്നൊക്കെ അങ്ങ് വിചാരിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളിങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഭർത്താവോ കുട്ടിയോ വന്നിട്ട് കുറച്ച് ചായ ചോദിച്ചു കഴിഞ്ഞാൽ ആ കപ്പിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ചായ ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് വന്ന് ചോദിക്കുന്ന ആൾക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അവർ വന്ന് ചോദിക്കുമ്പോഴത്തേക്ക് നിങ്ങൾ ആ കപ്പിലെ ചായ അല്ലെങ്കിൽ കാപ്പിയോ വോട്ട് എവർ നിങ്ങളത് കുടിച്ച് തീർത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് അവർക്ക് കൊടുക്കാൻ പറ്റില്ല അല്ലേ? അതായത് നമ്മുടെ കയ്യിൽ ഉള്ള ഒരു സാധനം മാത്രമാണ് നമ്മൾ വേറൊരാൾ വന്ന് ചോദിക്കുമ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അത് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സാധനം ആണെങ്കിലും അല്ലെങ്കിലും. അതായത് രമണ, നിങ്ങളിപ്പോൾ ഇങ്ങനെയുണ്ടല്ലോ, ഒരു റെസ്റ്റും ഒന്നുമില്ലാണ്ട് ഫുള്ളിങ്ങനെ വീട്ടുജോലി ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ മനസ്സും ശരീരവും ഒക്കെ മടുക്കും. അപ്പം നിങ്ങൾക്കൊരു സന്തോഷമില്ല, സമാധാനം ഇല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരിക്കലും നിങ്ങളുടെ ചുറ്റിലുള്ള ആൾക്കാർക്ക് ഒരിക്കലും സന്തോഷവും സമാധാനം നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റില്ല. കാരണം നിങ്ങളുടെ ഉള്ളിൽ ആ സാധനം ഉണ്ടെങ്കിലല്ലേ നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. നമ്മൾ ഈ ചില വീടുകളിലൊക്കെ കണ്ടിട്ടില്ലേ, ഈ ചില അമ്മമാരുണ്ടല്ലോ, അവർക്ക് ഉണ്ടാവുന്ന ഈ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അവർ പോയി തീർക്കുന്നത് കുട്ടികളുടെ അടുത്താണ്. കുട്ടികൾ ഒരു കുഞ്ഞു കാര്യം ചെയ്യുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ഒച്ചയെടുത്ത് ഓളിയിട്ടിട്ട് അവരെ ചീത്ത പറയുക, അവരെ അടിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ട്. ഞാൻ എല്ലാവരും അല്ലട്ടോ പറയുന്നത്, അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരുണ്ട്. കാരണം അവർ ചിലപ്പോൾ കുറേ കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ അവർക്കൊരു കുറ്റബോധം തോന്നും. അത് അവർ ഇൻറ്റൻഷനലി ചെയ്യണതായിരിക്കില്ല. പക്ഷെ കുഞ്ഞുങ്ങൾ ഒരു കുഞ്ഞു കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും അവർക്ക് പെട്ടെന്ന് ദേഷ്യം വന്നിട്ട് അവർ പൊട്ടിത്തെറിക്കുക. അതിൻ്റെ കാരണം എന്താണ്? അവർ ഈ രാവിലെ മുതൽ വൈകിട്ട് വരെ ഇങ്ങനെ ഒരു റെസ്റ്റും ഇല്ലാണ്ട് ഇങ്ങനെ ചെയ്യണു. ഇങ്ങനെ ചെയ്ത് അത് റിപ്പീറ്റ് ചെയ്ത് അവർക്ക് ഓൾറെഡി അവരുടെ മനസ്സുമെടുത്തു, സ്ട്രെസ്സായി ഒരു ഭ്രാന്തി പിടിച്ച അവസ്ഥയായിരിക്കും. അപ്പോൾ അവർക്ക് ഫ്രണ്ടിൽ വന്നിട്ട് ആരെന്ത് ചെയ്താലും, ഒരു കുഞ്ഞി കാര്യം ചെയ്താലും അവർക്കത് ഭയങ്കര ഇറിറ്റേഷനായിട്ട് അവരിങ്ങനെ ഒച്ചയെടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ അതാണ് പറയണത്, നമ്മളിപ്പം എപ്പോഴും ഒരു മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ നിങ്ങളിപ്പോൾ ഒരു മണിക്കൂർ പണി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞ് ഒരു 5 to 10 മിനിറ്റ് നിങ്ങൾ റെസ്റ്റ് എടുക്കുക. ഈ 5 to 10 മിനിറ്റ് റെസ്റ്റ് എടുക്കാൻ എനിക്ക് പറ്റണില്ല, സമയമില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ടല്ലോ, അവരവരുടെ ലൈഫിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ മതി. നിങ്ങൾക്ക് അറിയാൻ പറ്റും, നിങ്ങൾ ആവശ്യമില്ലാത്ത ഒരുപാട് സംഭവങ്ങൾക്ക് നിങ്ങൾ ദേഷ്യപ്പെടുന്നുണ്ടായിരിക്കും. കുട്ടികളോട് ദേഷ്യപ്പെടുന്നുണ്ടാവും, ഭർത്താവിനോട് ദേഷ്യപ്പെടുന്നുണ്ടാവും. മേ ബി പറയണ പോലെ നമ്മൾക്ക് അവർക്ക് സ്ട്രെസ്സൊക്കെ വരാൻ കാരണം അവരിങ്ങനെ ഇരുന്ന് ഫുൾ പണിയെടുത്തിട്ട് അതിനുള്ളൊരു വിലയും മറ്റുള്ള ആൾക്കാർ തരാത്തത് കൊണ്ടൊക്കെ ആയിരിക്കാം. പക്ഷെ എപ്പോഴും പറയണത് പോലെ നമ്മൾ നല്ല രീതിക്ക് ഒരു സംഭവം ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ വേറൊരാളുടെ അപ്രീസിയേഷനും നോക്കിയിരിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ തന്നെ മനസ്സിലൊരു ഇത് ഫിക്സ് ആക്കുക. പിന്നെ ഒരു മണിക്കൂറൊക്കെ ജോലി ചെയ്തതിന് ശേഷം ഒരു 5 to 10 മിനിറ്റ് നിങ്ങൾ റെസ്റ്റ് എടുക്കുക. അത് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത് മാത്രമല്ല, നിങ്ങളുടെ ചുറ്റിലുള്ള ആൾക്കാർക്കും കൂടെ വേണ്ടി ചെയ്യുന്ന ഒരു സംഗതിയാണ്. അതുപോലെ തന്നെ നമ്മൾക്ക് എത്രയൊക്കെ തിരക്കാണെന്നുണ്ടെങ്കിലുണ്ടല്ലോ, ഇപ്പം എല്ലാവർക്കും കുറേ പേര് പറയും, കല്യാണത്തിന് മുന്നേ എനിക്ക് ഇന്ന ഹോബി ഉണ്ടായിരുന്നു, ഇന്നത് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ കല്യാണം കഴിഞ്ഞ് കുറേ തിരക്കും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പം എനിക്കത് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത്. ഈ ഒരു ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന സംഗതി ഉണ്ടല്ലോ, സത്യം പറഞ്ഞാൽ നമ്മുടെ മനസ്സിലത് ഒരു ഭയങ്കര പെയിൻഫുള്ളായിട്ട് കിടക്കുന്ന ഒരു സംഭവമാണത്. അത് നിങ്ങളറിയാതെ തന്നെ നിങ്ങൾക്കതിങ്ങനെ എനിക്ക് ചെയ്യാൻ പറ്റണില്ല എന്ന് വരുന്നതുണ്ടല്ലോ, നമ്മൾക്കത് ഒരു മറ്റുള്ളവരോടും കൂടെ ഉള്ളൊരു ദേഷ്യമായിട്ട് നമ്മൾക്കത് മാറും. ഇപ്പം ഈ പറയുന്ന പോലെ മേ ബി ചിലപ്പോൾ വീട്ടിലെ തിരക്കുകൾ, കുട്ടികൾക്കിടെ കാര്യങ്ങൾ അതൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കും നിങ്ങൾക്കത് ചെയ്യാൻ പറ്റാണ്ട് വരണത്. പക്ഷെ നമ്മൾ അറ്റ് എനി കോസ്റ്റ് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാത്തിനും സമയം കിട്ടും എന്നാണ് പറയാം. അപ്പോൾ നമ്മൾ പക്ഷെ അത് മറ്റുള്ളവർക്ക് വേണ്ടി നമ്മളത് ത്യജിച്ചിട്ട് അത് ചെയ്യാതിരുന്ന് കഴിഞ്ഞാലുണ്ടല്ലോ, അതുകൊണ്ട് വരുന്ന എഫക്റ്റ് എന്താണെന്നറിയോ? നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. കൂടാതെ നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാൾ കാരണമാണ് നമ്മൾക്ക് നമ്മളുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും നേടാൻ പറ്റാണ്ടിരിക്കണേന്നുള്ളൊരു തോട്ട് ഇങ്ങനെ വന്നുണ്ടല്ലോ, നമുക്ക് അവരോട് ദേഷ്യവും തോന്നാം. ആ ദേഷ്യമായിരിക്കും നമ്മൾ ഇങ്ങനെ ഓരോരോ കുഞ്ഞു കാര്യങ്ങളിൽ കൂടെ നമ്മളിങ്ങനെ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുക. അവരെന്ത് കാര്യം ചെയ്യുമ്പോഴും പിന്നെ നമുക്കത് ഒരു ഇറിറ്റേഷൻ പോലെ തോന്നും. അപ്പോൾ നമ്മൾ വീട്ടിലെ കാര്യങ്ങളും ചെയ്യണം, കുട്ടികൾക്കിടെ കാര്യം നോക്കണം, ഭർത്താവിൻ്റെ കാര്യം നോക്കണം. അതിൻ്റെ കൂടെ നമ്മളുടെ ഇഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മൾക്കത് വലിയ ദേഷ്യവും ഇതൊക്കെ ആയിട്ടൊക്കെ മാറും. അപ്പോൾ കല്യാണത്തിന് മുന്നേ ഉണ്ടായിരുന്ന കുറേ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ നിങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ പൊടി തട്ടി എടുത്തിട്ട് അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുക. എല്ലാത്തിനും സമയം കിട്ടും നമ്മൾ മനസ്സ് വെച്ച് കഴിഞ്ഞാൽ. ഞാനിപ്പം ഈ ദേഷ്യം വരുമ്പോൾ അമ്മമാർ മക്കൾക്കിടെ മേലെ തീർക്കണ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തത് കേട്ടോ. ഈ ടോപ്പിക്കും ഞാൻ ഈ പറയാൻ പോണ കഥയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോയെന്ന് എനിക്കറിയാൻ പാടില്ല. പക്ഷെ എന്നാലും നിങ്ങളിരുന്നൊന്ന് കേൾക്ക്. ഞാൻ ഈ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത്, 4ാം ക്ലാസ് ആണെന്ന് തോന്നുന്നു കേട്ടോ, ഞങ്ങൾക്ക് സയൻസ് പഠിപ്പിക്കുന്ന ഒരു മിസ് ഉണ്ടായിരുന്നു. ഞാൻ ആ സ്കൂളിൻ്റെ പേരും മിസ്സിൻ്റെ പേരും ഒന്നും ഞാൻ പറയണില്ല, എനിക്ക് നല്ല ഓർമ്മയുണ്ട് കേട്ടോ. അപ്പോൾ ആ മിസ് ഉണ്ടല്ലോ,
ആ മിസ്സിന് സത്യം പറഞ്ഞ ഒരു മൂഷാട്ട സ്വഭാവമാണ് കേട്ടോ. പുള്ളിക്കാരി ചില ദിവസങ്ങൾ കുറച്ച് കഴിഞ്ഞ് ഇനിയിപ്പോൾ ഉണ്ടല്ലോ, പുള്ളിക്കാരി എല്ലാ ദിവസവും വരും, എടുക്കാത്ത പോർഷനിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കും. ഞങ്ങളുടെ ക്ലാസ്സിൽ 32 കുട്ടികളുണ്ടായിരുന്നേ. എടുക്കാത്ത പോർഷനിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് എല്ലാത്തിനോടും സ്റ്റാൻഡപ്പ് പറയും. അതായത് അറിയാത്ത ആൾക്കാരൊക്കെ എഴുന്നേക്കാൻ പറയും. എടുക്കാത്ത പോർഷനിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും എഴുന്നേക്കൂലേ. എഴുന്നേറ്റിട്ട് പുള്ളിക്കാരി ഫസ്റ്റ് ബെഞ്ചിൽ നിന്ന് അങ്ങ് സ്റ്റാർട്ടാക്കും. കൈ നീട്ടാൻ പറയും. ടപ്പേ 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 എന്ന് 32 എണ്ണത്തിനും കൊടുക്കും. ഇത് ഒരു ദിവസമല്ല 2 ദിവസമല്ല, കുറേ ദിവസം ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വന്നു. എന്നിട്ട് പിന്നെ ആരൊക്കെയോ കംപ്ലൈൻറ്റ് ചെയ്തു എന്നൊക്കെ തോന്നുന്നു. എന്നിട്ട് പിന്നെ പുള്ളിക്കാരി നിർത്തിയ പരിപാടി. പിന്നെ എങ്ങനെയാണെന്ന് എനിക്ക് അറിയാൻ പാടില്ലേ. പിന്നെ എവിടെ നിന്നൊക്കെയോ ഞാൻ കേട്ട ന്യൂസ് എന്താണെന്ന് വെച്ചാൽ പുള്ളിക്കാരിക്ക് വീട്ടിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ആ ഫ്രസ്ട്രേഷനാണ് പുള്ളിക്കാരി കൊണ്ടുവന്നിട്ട് ഈ 32 പേരിൽ തീർക്കണുണ്ടായിരുന്നത്. എത്ര അടിയാണെന്നറിയോ കൊണ്ടിട്ടുണ്ടായിരുന്നത്. കൈയൊക്കെ കുറേ ഇതായി കഴിയുമ്പോൾ ഇങ്ങനെ പൊന്തി വരുമായിരുന്നു. അങ്ങനെയൊക്കെ വന്നിട്ടാണ് നമ്മൾ കംപ്ലൈൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ പറയണ പോലെ ഉണ്ടല്ലോ, നമ്മുടെ കാര്യങ്ങൾ മര്യാദയ്ക്ക് ചെയ്ത് സോൾവ് ആക്കി നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമുക്കിപ്പോൾ ഈ പറഞ്ഞ പോലെ ഫുൾ നമ്മൾ വർക്ക് ചെയ്തിട്ട് ആരും നമ്മളെ പരിഗണിക്കണില്ല, നോക്കണില്ല, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴാണ് നമുക്ക് ഈ സ്ട്രെസ്സും അതിങ്ങനെ ഇരുന്നിരുന്ന് നമുക്ക് ഭയങ്കര ദേഷ്യമായിട്ടൊക്കെ മാറും. അപ്പം എപ്പോഴും ഈ ദേഷ്യം നമ്മൾ തീർക്കാൻ പോകണേ ഒന്നും അറിയാത്ത ചിലപ്പോൾ നമ്മുടെ കുട്ടികൾക്കിടയും നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരുടെ അടുത്തോട്ടേക്ക് ആയിരിക്കും കേട്ടോ. അപ്പം എപ്പോഴും എത്ര തിരക്കാണെന്നുണ്ടെങ്കിലും ഒരു 10 മിനിറ്റ് നിങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്താം. ഈ സെൽഫ് കെയർ എന്ന് പറയുന്നത് എപ്പോഴും കുറേ ആൾക്കാർക്ക് ഭയങ്കര പുച്ഛമാണ്. നമ്മൾ ഒരു ഫേസ് മാസ്ക് ഒക്കെ ഇട്ടിരിക്കണ കാണുമ്പോൾ എന്തിട്ടാണ് ഈ വാരി തേച്ചിരിക്കണത്, ഇതൊക്കെ വാരി തേച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെളുത്ത് പാറുന്നാണോ നീ വിചാരിക്കണേന്നൊക്കെ ചോദിക്കും. അപ്പോൾ അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, ഈ വെളുത്ത് പാറാൻ വേണ്ടിയിട്ടൊന്നും അല്ല നമ്മൾ ഈ മുഖത്തും കയ്യിലും കാലിലും തലയിലൊക്കെ വാരി തേക്കുന്നത്. നമുക്കുള്ളൊരു ഇതൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര സന്തോഷമാണ്. നമ്മളിപ്പോൾ ഒരു തലയിൽ ഒരു പാക്കിട്ട് ഒരു മുഖത്ത് ഒരു സംഭവം ഇട്ടിട്ട് നമ്മൾ കുറച്ച് നേരം റിലാക്സ് ചെയ്തിരിക്കുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര മനസ്സമാധാനമാണ്. പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക. ബുക്ക് വായിക്കാൻ ആഗ്രഹമുള്ള ആൾക്കാർക്ക് ബുക്ക് വായിക്കാൻ, എനിക്ക് ബുക്ക് വായിക്കാൻ ഇഷ്ടമാണ്. ഒരു അരമണിക്കൂർ ഒരു ദിവസം ബുക്ക് വായിച്ചു കഴിഞ്ഞാൽ ഭയങ്കര സുഖമാണത്. അതുപോലെ നമുക്ക് ഇഷ്ടപ്പെട്ട സംഗതികൾ നിങ്ങൾ എന്താ വെച്ചാൽ ചെയ്യുക. അപ്പം അത് ചെയ്ത് നിങ്ങൾക്ക് മനസ്സ് ശാന്തമാവും. അല്ലാതെ ഫുൾ ടൈം 24/7 വർക്ക് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര സൂപ്പർ വീട്ടമ്മയാണ്, ഞാൻ അങ്ങനെയൊന്നും അല്ല കേട്ടോ. നിങ്ങളുടെ കാര്യങ്ങൾ കൂടെ നോക്കാതെ നിങ്ങൾ ഇങ്ങനെ ഒരു ബേൺ ഔട്ടായിട്ട് നിങ്ങൾ നടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും നല്ലൊരു വീട്ടമ്മയോ അല്ലെങ്കിൽ അമ്മയോ ഭാര്യയോ ഒന്നും ആവാൻ വേണ്ടിയിട്ട് പറ്റില്ല. നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മൾ സാധിച്ച് നമ്മുടെ ഇഷ്ടങ്ങൾക്കും വില കൊടുത്തിട്ടൊക്കെ ചെയ്താൽ മാത്രമാണ് നമുക്ക് മറ്റുള്ളവരെയും ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളെപ്പോഴും പറയില്ലേ, നമുക്ക് നമ്മോട് തന്നെ സ്നേഹം ഉണ്ടെങ്കിലാണ് നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ നമുക്കുള്ള സംഗതിയെ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ആരെങ്കിലും നമ്മുടെ അടുത്ത് വന്ന് പൈസ കടം ചോദിച്ചു, ഒരു 1000 രൂപ എൻ്റെ കയ്യിലുണ്ടെന്ന് ചോദിച്ചോ. അപ്പോൾ ഒരാൾ വന്നിട്ട് ഒരു 500 രൂപ ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ പൈസ ഉണ്ടെങ്കിലല്ലേ അവർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ, ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ പൈസയാണെങ്കിലും സ്നേഹമാണെന്നുണ്ടെങ്കിലും സമാധാനമാണെന്നുണ്ടെങ്കിലും എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും അവനവൻ്റെ കയ്യിലുണ്ടെങ്കിൽ മാത്രമാണ് നമുക്കത് വേറൊരാൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇനിയെങ്കിലും അവനവൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുക. ഇതൊക്കെ എപ്പോഴും പറയണുണ്ട്, പക്ഷേ ഇപ്പോഴും നോക്കാത്ത ആൾക്കാരൊക്കെ ഉണ്ട്. ഫുൾ വീട്ടുജോലി മാത്രം ചെയ്തിങ്ങനെ ഇരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതിൽ നിന്നൊക്കെ മാറ്റം വരട്ടെ. അവനവൻ്റെ കാര്യങ്ങൾക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുക. എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ചുറ്റുമുള്ള ആൾക്കാരും അടിപൊളിയായിട്ട് നോക്കാനും സന്തോഷവും സമാധാനമായിട്ടൊക്കെ നിങ്ങൾക്ക് ഇരിക്കാനും വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുൾ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റാ.